എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ അബിയു ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. കേരളത്തിൽ ഇന്ന് റംബൂട്ടാൻ പോലെ തന്നെ വളരെയധികം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഫ്രൂട്ടാണ് അബിയു. ഇതാണ് എൻ്റെ വീട്ടിലെ അബിയു. ഇതാണ് അബിയുവിൻ്റെ പൂക്കള്. 2 വർഷം പ്രായമായിട്ടേ ഉള്ളൂ ഈ ചെടിക്ക്. ഈ വർഷം കുറേ അധികം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നന്നായി പഴുത്തു പാകായ അബിയു ഫ്രൂട്ട്. ഇതാണ്. പിന്നെ ഇപ്പുറത്തുണ്ട്, ഈ ഭാഗത്തുണ്ട്, ഈ ഭാഗത്ത് ഒരെണ്ണുണ്ട്. ഇത് മുകളില് എല്ലാം കളറ് മാറി തുടങ്ങി. പിന്നെ ഈ വശത്തുണ്ട്. ഇത് നല്ലൊരു ഫ്രൂട്ടാണ്, നല്ല വലിപ്പമുണ്ട്. പിന്നെ മറ്റേ വശത്തൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം രണ്ടാമത് പൂത്തിട്ടുണ്ടായ കായകളാണ് ഇതൊക്കെ. ഈ വർഷം തന്നെ 3ാമത് പൂത്തതാണ് ഈ പൂത്ത് നിൽക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി അബിയു കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വിശ്വസ്തമായ നഴ്സറിയിൽ നിന്ന് നല്ല വെറൈറ്റി നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കണം. ചില വെറൈറ്റിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഇല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അബിയു കൃഷി ചെയ്യുന്നവർക്കുള്ള ഒരു പരാതി, അബിയു നന്നായി പൂക്കുന്നുണ്ട്, അത് ചെറിയ കായാകുമ്പോൾ തന്നെ കറുത്ത് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ശരിയാണ്, എൻ്റെ അബിയു 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായി പൂത്തിരുന്നു. കായകളൊക്കെ ചെറുപ്രായമാകുമ്പോൾ തന്നെ അത് ഇങ്ങനെ കറുത്ത് കൊഴിഞ്ഞു പോവുകയുണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം അബിയു 3 പ്രാവശ്യം നന്നായി പൂത്തിരുന്നു. ചെറിയ കായ ഉണ്ടാകുമ്പോൾ തന്നെ അത് കൊഴിഞ്ഞു പോവുകയുണ്ടായത്. ഒരെണ്ണം പോലും ഉണ്ടായില്ല. ഈ വർഷം അബിയു നന്നായി പൂക്കുവാനും കായ്ക്കുവാനും ഞാൻ ചെയ്ത ചില പൊടിക്കൈകൾ പറയാം. 1. അബിയു നന്നായി പൂക്കുമ്പോൾ തന്നെ സാഫ് എന്ന കുമിൾനാശിനി 2 ആഴ്ച ഇടവിട്ട് സ്പ്രേ ചെയ്തിരുന്നു. 2. ജീവാമൃതം എന്ന അത്ഭുത വളം ഞാൻ തന്നെ ഉണ്ടാക്കി 2 ആഴ്ച ഇടവിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ജീവാമൃതം എന്ന വളപ്രയോഗത്തെക്കുറിച്ച് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പച്ചചാണകം, ഗോമൂത്രം, ശർക്കര, പയറ് എന്നിവ ഉപയോഗിച്ചാണ് ജീവാമൃതം ഉണ്ടാക്കുന്നത്. ജീവാമൃതം തയ്യാറാക്കുന്ന വിധം വിശദമായി എൻ്റെ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. ഈ പൊടിക്കൈകൾ പ്രയോഗിച്ചതുകൊണ്ടാണ് എൻ്റെ അബിയുവിൽ ഈ പ്രാവശ്യം ഒരുപാട് കായകൾ ഉണ്ടായത്. നന്നായി പഴുത്ത പഴം, അബിയു പഴം ഒന്ന് പറിച്ചു നോക്കാം. ഇതാണ് നമ്മൾ ഇന്ന് പൊട്ടിച്ച 2 അബിയു പഴങ്ങൾ. നമുക്ക് ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ അബിയു 257 ഗ്രാം ഉണ്ട്. ഇനി രണ്ടാമത്തെ വെയിറ്റ് നോക്കാം. രണ്ടാമത്തത് 187 ഗ്രാം ഉണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ടേസ്റ്റ് നോക്കാം.
ഇതിലത്തെ ഒരു കുരു തന്നെ ഉള്ളൂ. ഇനി ഞാനൊന്ന് മോന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. ഇത് ഇളനീരിന്റെയും പിന്നെ പനനൂങ്ങിന്റെ ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ടേസ്റ്റ് ആണ് തോന്നിയത് കഴിച്ചോളി. നല്ല മധുരമുണ്ട്. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പ്രത്യേക തരത്തിലുള്ളൊരു നല്ലൊരു ഫ്ലേവർ ആയിട്ടാണ് തോന്നിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.